90കളിലും തമിഴിലും മലയാളത്തിലും സജീവമായിരുന്ന നടിയാണ് സംഗീത. ശ്രീനിവാസൻ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് 1998 പുറത്തിറങ്ങിയ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് സംഗീത നേടിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ടിനു പാപ്പൻ സംവിധാനം ചെയ്ത ചാവേർ എന്ന സിനിമയിലും സംഗീത അഭിനയിച്ചിരുന്നു. കിട്ടിയ കഥാപാത്രം ഏറ്റവും മികവോടെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ താൻ അഭിനയിച്ചതെന്നും ഒരുപാട് അഭിനന്ദനം ലഭിച്ച ആ കഥാപാത്രത്തിന് പിന്നീട് സംസ്ഥാന അവാർഡ് ലഭിച്ചുവെന്നും സംഗീത പറയുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുക്കണമെന്ന് കരുതിയിരുന്നുവെന്നും നഗരവീതിയിൽ നടുവിൽ ഞാൻ എന്ന സിനിമയുടെ ആവശ്യത്തിനായി ശ്രീനിവാസൻ വീണ്ടും വിളിക്കുമ്പോൾ നോ പറയാനാണ് താൻ കരുതിയത് എന്നും സംഗീത പറയുന്നു. എന്നാൽ ശ്രീനേട്ടന്റെ ചോദ്യം കേട്ടപ്പോൾ നോ പറയാൻ കഴിഞ്ഞില്ലെന്നും സംഗീത കൂട്ടിച്ചേർത്തു. കിട്ടിയ കഥാപാത്രം ഏറ്റവും മികച്ചതാക്കുക എന്നതു മാത്രമായിരുന്നു ചിന്ത. തിലകൻ അങ്കിൾ, ഇന്നസെന്റ് അങ്കിൾ, നെടുമുടി വേണു അങ്കിൾ, മമ്മൂക്കോയ, സിദ്ദിഖ് അങ്ങനെ മികച്ച ഒരുപാട് അഭിനയ നേതാക്കളുണ്ടായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമളയിൽ. ശ്രീനിസാർ കഴിഞ്ഞാൽ തിലകൻ അങ്കിളിന്റെ കൂടെയായിരുന്നു എന്റെ ഏറ്റവും കൂടുതൽ സീനുകൾ. അദ്ദേഹം വളരെ പരിക്കനാണെന്ന് എന്നോട് പലരും അതിനു മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ മറിച്ചായിരുന്നു അനുഭവം. ഞാൻ ചെന്നൈയിലെ തിയേറ്ററിൽ വെച്ചാണ് ചിന്താവിഷ്ടയായ ശ്യാമള കണ്ടത്. കണ്ടപ്പോൾ വലിയ സന്തോഷമായി. വിചാരിച്ചതിനേക്കാൾ 10 മടങ്ങ് മികച്ച ഔട്ട്പുട്ടാണ് സ്ക്രീനിൽ കണ്ടത്. ഒരുപാട് പേർ അഭിനന്ദിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. വിവാഹശേഷം സിനിമയിലേക്ക് ഓഫറുകൾ വന്നിട്ടുണ്ട്. അതിനോടെല്ലാം നോ പറയുകയായിരുന്നു. അതിനിടെ ഒരു ദിവസം ശ്രീനിവാസൻ സാർ നഗരവീതിയിൽ നടുവിൽ ഞാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിച്ചു. ശ്രീനിസാർ വിളിച്ചാൽ നോ പറയാൻ തയ്യാറായി ഞാൻ ഇരുന്നു. കോൾ വന്നു. ഹലോ പറഞ്ഞ ഉടൻ ശ്രീനിസാർ ഇങ്ങനെ ചോദിച്ചു, സംഗീതയ്ക്ക് മഹാത്മാഗാന്ധിയെ അറിയാമോ? യെസ് സാർ, എനിക്കറിയാം. അദ്ദേഹം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ത്യാഗം സംഗീത എനിക്ക് വേണ്ടി ചെയ്യണ്ട. ഈ ഒരു പടം ചെയ്താൽ മാത്രം മതി. ശ്രീനിവാസൻ സാർ പറഞ്ഞു. നോ പറയാൻ റെഡിയായി നിന്ന ഞാൻ അതോടെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നഗരവീതിയിൽ നടുവിൽ ഞാൻ എന്ന സിനിമയിൽ അഭിനയിച്ചത് സംഗീത പറയുന്നു.